ഇനി നമുക്ക് എല്ലാവരുടെയും അവകാശങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതില്ല എന്ന് പറയുന്ന ആരാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. അപ്പം ഇതൊക്കെ ഓർത്തിരിക്കുക. ഈ വക കോട്ടുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി ജോൺ ജോസഫ് മർഫി ആരാണെന്നാണ് നോക്കുന്നത്. അയർലൻഡ് സ്വദേശിയാണ് ആര്? ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്നത്. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്താണ്, ആലുവയ്ക്ക് അടുത്തായിട്ടാണ് 1902 റബ്ബർ കൃഷി തുടങ്ങിയത്. ഓർത്തിരിക്കുക, പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്താണ് എന്ത് ചെയ്യുന്നത്? റബ്ബർ കൃഷി 1902 തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചു. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയൊക്കെ അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടു. അപ്പൊ ഇന്ത്യയിലെ റബ്ബറിന്റെ പിതാവ്, റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ഓർത്തിരിക്കുക. അയർലൻഡ് സ്വദേശിയാണ്, അതും ഓർത്തിരിക്കുക. കൃഷി ചെയ്യുന്നത് എന്തിനാണ്? മണ്ണ്. പല രീതിയിലുള്ള കൃഷികളെ പറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ മണ്ണ് ആവശ്യമില്ലാതെയുള്ള കൃഷി വെള്ളത്തിൽ ചെയ്യുന്നതാണ് എന്ത്? ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്? സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ വേരുകൾ പടരാൻ വേണ്ടിയിട്ട് തൊണ്ട്, ചരല് തുടങ്ങിയ വസ്തുക്കൾ മാത്രമേ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ പ്ലെയിൻ വെള്ളത്തിനകത്ത് ഇട്ട് വളർത്തുന്നതാണ് ഇത് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇനിയാണ് ഇത് ഹരിതഗൃഹ കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കുന്നതിനായി സ്ഫടിക മേൽക്കൂരകളുള്ള മുറികളിൽ അവയെ വളർത്തുന്ന രീതിയാണ് ഇത് ഹരിതഗൃഹ കൃഷി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ തങ്ങി നിൽക്കുകയും ചൂട് രൂപപ്പെടുകയൊക്കെ ചെയ്ത് വിളകൾ എന്ത് ചെയ്യും? നന്നായിട്ട് തന്നെ വളരുകയുണ്ടാവും. അപ്പൊ തണുപ്പ് പ്രദേശങ്ങളിൽ നടത്തുന്ന രീതിയാണ് ഇത് ഹരിതഗൃഹ കൃഷി എന്ന് പറയുന്നത്. ഇനി കൃത്യതാ കൃഷി അഥവാ പ്രിസിഷൻ ഫാമിംഗ്. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം എന്ന് വെച്ചാൽ വെള്ളം, വളം എന്നിവ കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണ് എന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ മണ്ണിനെ സ്യൂട്ട് ചെയ്ത കൃഷി ഏതാണ്, ആ കൃഷിക്ക് എത്രത്തോളം വെള്ളം ആ ഒരു കാലയളവിൽ വേണം എന്നതെല്ലാം നോക്കിക്കൊണ്ട് ചെയ്യുന്ന കൃഷി രീതിയാണ് ഇത് കൃത്യത കൃഷി എന്ന് പറയുന്നത് കേട്ടോ. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാഴ്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ അവിടെ നീർവാഴ്ചയുള്ള മണ്ണും വേണം, അതുപോലെ തന്നെ സൂര്യപ്രകാശം ലഭ്യമായ സ്ഥലത്ത് നമുക്ക് പ്രിസിഷൻ ഫാമിംഗ് നടത്താവുന്നതാണ്. അടുത്തതാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾ അവ വേഗത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഡ്രിപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് വെള്ളവും വളവും കൊടുക്കുന്ന രീതിയാണ് ഇത് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം പല പല നൂതന കൃഷി രീതികളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രോപോണിക്സ് ഉണ്ട്, ജലത്തിൽ എന്താണ് വേണ്ട കാര്യങ്ങളെല്ലാം കലക്കി ജലത്തിൽ വളർത്തുന്ന രീതിയാണ് ഇത് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹരിതഗൃഹ കൃഷിയുണ്ട്, പിന്നെ കൃത്യത ഫാമിംഗ് ഉണ്ട്, ഫെർട്ടിഗേഷൻ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അടുത്തതാണ് മിശ്ര ഭോജനം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒത്തുചേർത്ത് സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചു. സ്ഥലങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, വർഷവും ഡേറ്റും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 17 മെയ് 29 എന്ത് ചെയ്യുന്നത്? മിശ്രഭോജനം നടത്തുന്നത്. സഹോദരൻ അയ്യപ്പനാണ് നടത്തിയത്, ഓർത്തിരിക്കുക. എറണാകുളത്ത് ചെറായിലാണ് നടത്തിയത്. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചിലവിന്റെ 60 ഇരട്ടി വിലയുള്ള ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്ര രേഖകളിൽ പറയുന്നു. അപ്പൊ 60 ഇരട്ടിയോളം വിലയുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതായിട്ടാണ് പറയുന്നത്. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നമ്മൾ പറഞ്ഞതാണ് നേരത്തെ, ഡേറ്റ് 2013. ഇമ്പോർട്ടന്റ് ആണ്, ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 നിലവിൽ വന്നു. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അപ്പം നിയമം എന്നാണ് വന്നതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, 2013 കേട്ടോ. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ഇനിയും ചോദിക്കാം കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിന്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽ ഉൾപ്പെടുന്ന ധാന്യങ്ങളെയാണ് ചെറുധാന്യങ്ങൾ എന്ന് പറയുന്നത്. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയതാണ് ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. റാഗി ഉണ്ട്, മണിച്ചോളമുണ്ട് അഥവാ ജോവർ, ബാർലി, വരക്, അതുപോലെ ബാജ്ര, തിന. ഇതെല്ലാം എന്താണ്?
ചെറുധാന്യങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഓർത്തിരിക്കട്ടെ. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കുവാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം എന്നാണ്. അതിന്റെ പ്രാധാന്യം കൂടുതലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് ഐക്യരാഷ്ട്രസഭ 2023 ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയ ഒരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെടുന്ന നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുന്നത്. അപ്പൊ തിരുവിതാംകൂറിന്റെ അതിർത്തി പ്രദേശങ്ങളാണ് പറയുന്നത്. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയ ഭാഗവും അതുപോലെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയും കൂടെ ചേർന്നതാണ് എന്ത് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോട് ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായി. അപ്പൊ 1956 എന്ത് ചെയ്യുന്നത് സംസ്ഥാന പുനഃസംഘടന നടന്നത്. അപ്പൊ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് എന്ത് ചെയ്യുന്നത് തിരുവിതാംകൂർ ഇത്രയും വിസ്തൃതി പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നത്. അത്രയും ഓർത്തിരിക്കുക. ഇനി മേൽമുണ്ട് സമരത്തെ പറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതിയിൽ പെട്ടവരെന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെടുന്ന വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. മേൽമുണ്ട് സമരം അഥവാ ചാന്നാ ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന എന്നാണ് 1859 നടക്കുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്വദേശി പ്രസ്ഥാനത്തെ പറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അപ്പൊ ലക്ഷ്യം എന്താണെന്ന് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ബ്രിട്ടീഷുകാരുടെ വസ്തുക്കൾ എന്ത് ചെയ്യുക, ബഹിഷ്കരിക്കുക. അതുപോലെ ഇന്ത്യയിലെ ഉൽപാദനവും കൂട്ടുക, അതുപോലെ തന്നെ ഉപഭോഗവും എന്ത് ചെയ്യുക, കൂട്ടുക എന്നതായിരുന്നു ലക്ഷ്യം. 1905 ഓഗസ്റ്റ് 7 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് അന്നാണ്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത്. 2015 മുതലാണ് ഇന്ത്യ ഇത് ആചരിച്ചു തുടങ്ങിയത്. ഇമ്പോർട്ടന്റ് ആണ്, ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7 ചോദിക്കാം. 2015 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ആചരിച്ചു തുടങ്ങുന്നത്. ഓഗസ്റ്റ് 7 മറന്നു പോകരുത് കേട്ടോ. ഇനി ഖാദി പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോഡ ഗാമയുടെ യാത്രയെ പറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പോർച്ചുഗീസിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. അപ്പോൾ പോർച്ചുഗീസിലെ ലിസ്ബണിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. 4 പായ്ക്കപ്പലുകളിലാണ് യാത്ര തുടങ്ങിയത്. 107 പേരടങ്ങുന്ന സംഘമാണ് ഇന്ത്യയിലേക്ക് വന്നത്. കാറ്റിന്റെ സഹായത്തോടെ തെക്കു കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. അപ്പോൾ തെക്ക് കിഴക്കോട്ട് സഞ്ചരിച്ച് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്തി തുറമുഖത്തെത്തി. മലിന്തി തുറമുഖം ഓർത്തു വെക്കുക കേട്ടോ. ആഫ്രിക്കയുടെ മലിന്തി തുറമുഖത്താണ് എത്തുന്നത്. അവിടെ നിന്നുമാണ് കേരളത്തിലേക്ക് വരുന്നത്. അവിടുത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 വർഷവും ഡേറ്റും എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. അപ്പൊ ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്താണ് എത്തുന്നത്. ആഫ്രിക്കയുടെ കിഴക്കേ തീരത്തുനിന്ന് സഞ്ചരിച്ച് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് എത്തുന്നു. ഓർത്തിരിക്കുക കേട്ടോ. മലിന്തി തുറമുഖത്ത് നിന്നാണ് യാത്ര ആരംഭിച്ചത്, ആഫ്രിക്കയിൽ നിന്ന്. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പൊ ഇത് ഓർത്തിരിക്കുക കേട്ടോ, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. മിശ്രഭോജനത്തെ പറ്റിയിട്ട് വീണ്ടും കൊടുത്തിരിക്കുകയാണ്, നമുക്ക് നോക്കാം. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നു. അപ്പൊ 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ എന്തുണ്ടായിരുന്നു, സമരങ്ങളൊക്കെ വ്യാപിച്ചിരുന്നു. അയ്യ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. അപ്പൊ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. ഓർത്തിരിക്കുക കേട്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29. ഡേറ്റ് വീണ്ടും അതുപോലെ തന്നെ എടുത്തു കൊടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് പഠിച്ചിരിക്കുക കേട്ടോ. 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിയിൽ സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. അപ്പൊ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പന്റെ പേരെന്താണ്? കെ അയ്യപ്പൻ എന്നാണ് കേട്ടോ, അതും ഓർത്തിരിക്കുക. അതുപോലെ സഹോദരൻ പത്രത്തിന്റെ പത്രാധിപർ ആരാണ്? കെ അയ്യപ്പൻ തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്തൊക്കെയാണ്? സമപന്തി ഭോജനവും മിശ്രഭോജനവും. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ, മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. മേൽമുണ്ട് സമരം വീണ്ടും കൊടുത്തിരിക്കുകയാണ്. വസ്ത്രധാരണ അവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുവാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. എങ്കിലും ജാത്യാചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പൊ മേൽമുണ്ട് സമരത്തെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളത് നമ്മൾ നന്നായിട്ട് തന്നെ ഓർത്തിരിക്കുക. അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം, ഓർത്തിരിക്കുക, 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെടുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെടുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകുവാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂൾ തീയിട്ടു. കത്തിക്കരഞ്ഞ ബെഞ്ചിന്റെയും ബാക്കി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. ഇത് മാത്രം ഓർത്തു വെക്കുക. 4-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ സൗജന്യമായിരുന്നു എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ.